ഹലോ ഗായ്സ്, രാവിലെ തന്നെ ഒരു കാര്യമില്ലാതെ ഉമ്മച്ചിട്ട് കാര്യമായിട്ടുള്ള വിളി കേട്ടാണ് ഞാൻ എണീറ്റത്. അത് കേട്ടപ്പോഴാണ് എനിക്കെന്തോ പന്തിയടക്കം മണത്തതാ. രാവിലെ തന്നെ അപ്പുറത്തെ വീട്ടിലെത്ത എന്തോ ചെടി കൊടുത്തു എന്ന് പറഞ്ഞ സന്തോഷത്തിലാണ് എന്നെ വിളിച്ചത്. നമുക്ക് ചെടിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ചെടി വെക്കാൻ ഇഷ്ടമല്ല. എന്തായാലും എണീറ്റതല്ലേ, അതുകൊണ്ടൊരു ചെടി വെക്കാന്ന് ഞാൻ വിചാരിച്ചു. പിന്നെയാണ് അപ്പുറത്ത് പോയി ഉമ്മച്ചിനെ കാണുന്നില്ല. അപ്പൊ നോക്കിയപ്പോൾ ആ കാണുന്ന ഓല വെട്ടുന്നത്. ഉമ്മച്ചിനെ നോക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ പെരയിലിടുന്ന ചെരുപ്പ് താൻ്റെ കാലുമ്മ. ഇനി ഉമ്മച്ചി കണ്ടാ തല തല്ലി പൊളിക്കും. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ ഞാൻ തിരിച്ചു കയറി. കുറെ നാളത്തേട്ട് കാർ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാറിനെ കുളിപ്പിക്കാന്നുള്ളതായിരുന്നു ഇന്നെന്റെ ലക്ഷ്യം. ഈ കാണുന്ന സാധനത്തിന് ഭയങ്കര വീട്ടാണെങ്കിൽ എനിക്കത് ഒറ്റ കൈ കൊണ്ട് പോക്കാട്ടോ. കവര് കാണാൻ പോയപ്പോൾ ചെളി ചാടിയതാണ് ഈ കാണുന്നത്. ഇവൻ കുറെ ദിവസമായിട്ട് കുളിക്കാത്തോണ്ട് ഇവന്റെ മേത്ത് നല്ല പൊടിയുണ്ടായിരുന്നു. അങ്ങനെ കാർ കഴുകാൻ നിന്നപ്പോൾ ഞാൻ ഈ കാഴ്ച കണ്ടത്. നമ്മുടെ സപ്പോർട്ട മരത്തും ആദ്യമായിട്ട് കാഴ്ച സപ്പോർട്ടായിരുന്നു. ഇന്നലെ ഞാൻ നോട്ടിട്ടതാ, പക്ഷെ ഇന്നതേ നിലത്തെടുക്കുന്നു. കാർ കഴുകുന്നത് അവിടെ നിൽക്കട്ടെ, ഫസ്റ്റ് അവന്റെ ഉടുപ്പലക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതേ പിന്നെയും ഉമ്മിച്ച് വിളിക്കുന്നു. കീരിനെയും കുഞ്ഞുങ്ങളെയും കാണിച്ചിട്ടാന്നോണ്ടാണ് വിളിച്ചത്. അപ്പൊ ഞാൻ ഫോൺ പോക്കി നേരെ കുളത്തിന്റെ അടുത്ത് കൂടി. അവിടെ ചെന്നപ്പോ കീരിയില്ല, കുഞ്ഞുങ്ങളും പിന്നെയും ഉമ്മിച്ച് വിളിക്കുന്നു. അപ്പൊ അടുത്ത് കിടക്കാനുള്ള വഴി നോക്കിയിട്ടാണ് എന്നെ വിളിച്ചത്. നമ്മ ആദ്യം നടന്നിരുന്ന വഴിയിൽ അവർ കൊണ്ട് തോട് വരും. തോട് ചാടിയോളം നമ്മ അപ്പുറത്ത് പോവാൻ. അത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടി. ലോകത്തുള്ള ഏത് തരം പാമ്പാണെങ്കിലും ഇവിടെ കിട്ടും. നോക്കി എന്നാൽ എന്റെ കാറിനെ കുളിപ്പിക്കൽ നടക്കാത്തോണ്ട് ഞാൻ വേഗം തിരിച്ചു പോന്നു. ഫസ്റ്റ് തന്നെ കാറിന്റെ ഉടുപ്പലക്കാനാണ് ഞാൻ നിന്നത്. ഇത് നമുക്ക് നമ്മുടെ ചെക്കനെ കുട്ടപ്പനാക്കാം. സ്രാവിന്റെ മുതുകിലുള്ള ചിറക് പോലത്തെ സാധനങ്ങൾ മാത്രം എനിക്ക് കയ്യെത്തുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചെക്കൻ കുളിച്ച് കുട്ടപ്പനായി. വഴിയിലുള്ള മാങ്ങൊക്കെ എന്റെ അത്ര ഹൈറ്റായി. ഞാൻ ഉമ്മച്ചിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മൂത്തുമാട് കടയിൽ പോയായിരുന്നു. ഇതാണ് മൂത്തുമാടെ സ്വത്ത്. ഈ സ്വത്ത് വിറ്റാണ് മൂത്തുമ ജീവിക്കുന്നത്. അങ്ങനെ മൂത്തുമാട് സ്വത്തിന്റെ ഒരു അംശം ഉമ്മച്ചി കയ്യിലാക്കി നമ്മ കിട്ടുപോകുന്നു. നടന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള വഴി. രാവിലെ കൊണ്ടിട്ട് ആ ചെറിയ സപ്പോർട്ട് ഉമ്മച്ചി പീസ് ആക്കി. എന്തായാലും സപ്പോർട്ട് നല്ല സൂപ്പർ ആയിരുന്നു. അപ്പൊ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.